ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ധ്യാനത്തിനും പഠനത്തിനുമായി 33-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 33-ാം സങ്കീർത്തനം പാരമ്പര്യമായി ദാവീദ് രാജാവ് എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരേ സമയം പ്രാർത്ഥനയുടെയും സാക്ഷ്യത്തിൻ്റെയും ദൈവഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു വലിയ സാക്ഷ്യം ഇതിലൂടെ വിശദീകരിക്കുകയാണ്. സ്തുതിഘോഷങ്ങളുടെ ഒരു വലിയ ഗരിമ ഈ സങ്കീർത്തനങ്ങളിലുടനീളം നമ്മൾക്ക് കേൾക്കാം. ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. 33-ാം സങ്കീർത്തനം 1-5 വരെ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ല. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുവീൻ. യഹോവയുടെ വചനം നേരുള്ളതാകുന്നു, അവൻ്റെ സകല പ്രവൃത്തികളും വിശ്വസ്തതയുള്ളതാകുന്നു. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. 33-ാം സങ്കീർത്തനം 22 വാക്യങ്ങൾ ഉൾപ്പെടുന്ന സാമാന്യം ദൈർഘ്യമേറിയ ഒരു ഭാഗമാണ്. ഗാനരീതിയിലുള്ള പദ്യരീതിയിലുള്ള വരികളും വ്യാഖ്യാനങ്ങളും ആശയങ്ങളുമൊക്കെ നമ്മളുടെ മനസ്സിന് ഒരു കുളിർമ നൽകുന്നതാണ്. ഈ വേദവാക്യത്തിൽ 32-ാം സങ്കീർത്തനം അവസാന വാക്യമായ 11-ാം വാക്യം പറഞ്ഞിരിക്കുന്ന അതേ ആശയത്തോടുകൂടി തന്നെയാണ് തുടരുന്നത്. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവീൻ, ഹൃദയപരമാർത്ഥികളായ ഏവരുമേ ഘോഷിച്ചുല്ലസിക്കുവീൻ എന്ന് 32-ാം സങ്കീർത്തനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 33 തുടങ്ങുന്നത് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവീൻ. അപ്പോൾ ഈ നീതിമാന്മാർ എന്നുള്ള വാചകം ആവർത്തിച്ചു വരികയാണ്. നീതിമാൻ എന്ന് വെച്ചാൽ നീതി അറിയുന്നവനല്ല, നീതിജ്ഞൻ എന്നുള്ളതല്ല നീതിമാൻ. നീതി അനുഷ്ഠിക്കുന്നവനാണ്, നീതി ചെയ്യുന്നവനാണ്. നീതി അറിയുന്നവനും നീതി പഠിപ്പിക്കുന്നവനും നീതിയിൽ വളരുന്നവനും നീതിമാനാണ്. നീതി എന്ന വാക്കിൽ തന്നെ നീ തീയാകുന്നു എന്നുള്ള ഒരു വാചകം അന്തർലീനമായി കിടപ്പുണ്ട്. നീ തീയാകുന്നു. ഈ നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും തീഷ്ണതയുള്ളവരാണ്. അവർ ഹൃദ്യമായി പ്രാർത്ഥിക്കുന്നവരാണ്, നീതി ചെയ്യുന്നവരാണ്, അനീതി കണ്ടാൽ എതിർക്കുന്നവരാണ്. അതായത് ഒരു രീതിയിൽ പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരല്ല നീതിമാന്മാർ. അവർക്ക് നിർമ്മലതയുണ്ട്, വിശുദ്ധിയുണ്ട്, നീതി അറിയാം, നീതി ചെയ്യും. അതോടൊപ്പം തന്നെ അനീതി കണ്ടാൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീതിമാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രതിസന്ധിയിലായിരിക്കും. ഒരു വലിയ ബുദ്ധിമുട്ടില്ല, അവർക്കൊരുപാട് വെല്ലുവിളികളുണ്ട്. അതേസമയം നീതി അറിയുന്നവൻ, നീതി അറിയാം, ധർമ്മശാസ്ത്രങ്ങൾ അറിയാം, സത്തകൾ അറിയാം. അറിയുന്നവൻ ചെയ്യണമെന്നില്ല, സംവേദിക്കണമെന്നില്ല, പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നീതിമാനും നീതിജ്ഞനും വ്യത്യസ്തനാണ്. നീതി അറിയുന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ അറിയാം, അതിൻ്റെ ആ തിയററ്റിക്കൽ റലമൊക്കെ അറിയാം, പക്ഷേ അതിൻ്റെ ആ പ്രാക്ടിക്കൽ റലത്തിലോട്ട് കടക്കുന്നില്ല. അപ്പം അതിൻ്റെ തിയറിയും അറിഞ്ഞ് പ്രാക്ടിക്കലും അറിഞ്ഞ് അതിൽ തന്നെ ജീവിച്ച് ഉദാത്ത നീതിയായ ദൈവത്തെ കണ്ടെത്തുന്നവനാണ് നീതിമാൻ. ഇവിടെ പറയുകയാണ് നീതിമാന്മാരെ, ദൈവത്തെ അറിയുന്നവരെ, ദൈവത്തിൽ ജീവിക്കുന്നവരെ, യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവീൻ. കാരണം നിന്റെ നീതിയിലല്ല നീ ഘോഷിച്ചുല്ലസിക്കുന്നത്. കാരണം നീതിയുടെ അടിത്തറയെന്ന് പറയുന്നത്, നീതിയുടെ ഉദാത്ത ഭാവമെന്ന് പറയുന്നത്, ഉറവയെന്ന് പറയുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട്
നീതി ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ, നീതിക്കായി വിശന്ന് ദാഹിക്കുമ്പോൾ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതി എന്ന് പറയുന്നത്. നീതി സംവേദിക്കുന്നത് ദൈവമാണ്, പുറപ്പെടുന്നത് ദൈവത്തിലാണ്. അതായത് ഒരു വലിയ പ്രഭ പോലെ നീതി വറ്റാത്ത തോട് പോലെ, പ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം കാണുന്ന ചില നീതികളൊക്കെ ഉണ്ട്. നീതി നടത്തിക്കണമെന്ന് പറയും, രാഷ്ട്രീയക്കാർ പറയും, സാമൂഹ്യ പ്രവർത്തകർ പറയും, നീതി വേണം, നീതി വേണമെന്ന് പറയും. എന്നാൽ നീതി ഓരോരുത്തരുടെയും വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. ഞാൻ നീതി എന്ന് പറയുന്നത് മറ്റൊരുവന് നീതി അല്ലായിരിക്കും. വ്യാഖ്യാനിച്ച് നീതിയാക്കാൻ പറ്റുന്ന ചില നീതിയുണ്ട്, ചിന്തിച്ച് നീതിയാക്കാവുന്ന ചിലതുണ്ട്. പക്ഷേ യഥാർത്ഥ ഉറവയിലേക്ക് പോകണം. അതുകൊണ്ടാണ് നീതിമാന്മാർ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കണം. യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക എന്ന് വെച്ചാൽ നീതി വറ്റാത്ത ഉറവ പോലെ, നീരുറവ് പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മനോഹരമായ പൂന്തോട്ടം പോലെയായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാകുമ്പോൾ നീതിമാൻ സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി വീണ്ടും പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. നേരുള്ളവരുടെ സംവേദന ഭാഷയാണ് നീതി എന്ന് പറയുന്നത്, സ്തുതി എന്ന് പറയുന്നത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പം നേരുള്ള മനുഷ്യരുടെ നേരിൻ്റെ സാക്ഷ്യമാണ് സ്തുതി. നമുക്ക് സ്തുതിയെക്കുറിച്ച് പലതും പറയാം, സ്തുതിയും സ്തോത്രവും അതിനെക്കുറിച്ച് പലതും പറയാം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നേരുള്ളവരുടെ നേരുള്ള സാക്ഷ്യമാണ് സ്തുതി. നേരുള്ളവരുടെ ജീവനും ജീവിതവും ആണ് സ്തുതി. നേരുള്ളവരുടെ വഴുത്താരെയാണ് സ്തുതിപ്പ്. നേരുള്ളവൻ്റെ ദർശനമാണ് സ്തുതി. നേരുള്ളവൻ്റെ ഭാഷയാണ് സ്തുതി. നേരും നിർമ്മലതയുമുള്ളവൻ്റെ സ്വപ്നമാണ് സ്തുതി. നേരും നിർമ്മലതയുമുള്ളവൻ്റെ പ്രാർത്ഥനയും അഭയകീർത്തനവും ശരണകീർത്തനവും സങ്കീർത്തനവുമാണ് സ്തുതി. സ്തുതിയെക്കുറിച്ച് നമുക്ക് പലതും പറയാം. അതുകൊണ്ടാണ് പറയുന്നത്, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നേരുള്ളവരുടെ ഉചിതമായ പ്രവൃത്തിയാണ് സ്തുതി. നേരുള്ളവരുടെ നീതി സംവേദനമാണ് സ്തുതി. അപ്പോൾ സ്തുതിയും നീതിയും പരസ്പരം ചേർന്ന് കിടക്കുകയാണ്. ദൈവത്തെ നാം സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അത് നേരിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. നേരുള്ളവനെ നേരോടെ, നിർഭയമായി, നിർവൃതിയോടെ സാക്ഷിക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നേരുള്ളവൻ ദൈവത്തെ സ്തുതിക്കും. നേരുള്ളവൻ്റെ സ്തുതിയും നേരില്ലാത്തവൻ്റെ സ്തുതിയും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തുതി, സ്തുതി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നേര് വരണമെന്നില്ല. സ്തുതി എന്നുള്ള വാക്ക് പറയുന്നവനെല്ലാം നീതിമാനാകണമെന്നില്ല, അവൻ നേരുള്ളവനാകണമെന്നില്ല. യഹോവയുടെ കൂടാരത്തിൽ പാർക്കാൻ നിഷ്കളങ്കനായി നടക്കുകയും നിർമ്മലത പ്രവർത്തിക്കുകയും ചെയ്ത് നീതിയുടെ വഴുത്താരിലൂടെ, നേരിൻ്റെ വഴുത്താരയിലൂടെ നടക്കുന്നവൻ, അവൻ ഉചിതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തുതിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുക എന്ന് വച്ചാൽ ഓർത്തോണം, വെറുതെ സ്തുതിക്കാനുള്ളതല്ല, നേരിലേക്ക് വളരണം. യഥാർത്ഥ നേര് ദൈവമാണ്. നേര് നിരങ്ങിയേ വരൂ എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് നേരിൻ്റെ പിന്നിലുള്ളത്. അപ്പം സ്തുതി എന്ന് പറയുന്നതും ഘട്ടം ഘട്ടമായൊരു തിരിച്ചറിവാണ്. നമുക്ക് തന്നെ ആലോചിച്ചോ, നമ്മൾ പല രീതിയിൽ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ദൈവമേ സ്തുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യൗവനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാർദ്ധക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായം കൂടുന്തോറും, രോഗം കൂടുന്തോറും, മരണഭയം കൂടുന്തോറും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ അതിലൊത്തിരി ഒത്തിരി തീഷ്ണതയുണ്ട്. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൽ വ്യത്യസ്തതകളുണ്ട്. ചിലപ്പോൾ നേരിൻ്റെ പാതയിൽ നിന്ന് വീണ് കിടന്ന് ചിലപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നേര് നഷ്ടപ്പെട്ട് നേരിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിക്കും. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നേരും നിരപ്പും തിരിച്ചറിയുവാനിടണം. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ അത് നേടിയെടുക്കണം, ഭക്തിയിലൂടെ നേടിയെടുക്കണം. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ടവന് സ്തുതി പാടുവീൻ. യഹൂദന്മാരുടെ പാട്ടുപുസ്തകമാണ് സങ്കീർത്തനങ്ങൾ.
സംഗീത ഉപകരണങ്ങൾ യഹൂദന് ഒത്തിരി ഉണ്ടായിരുന്നു. തപ്പുകൊണ്ട്, കിന്നരം കൊണ്ട്, ലയറും ലൂട്ടുമൊക്കെ സംഗീത ഉപകരണങ്ങളുടെ ഭാഗമാണ്. ഇവിടെ പറയുന്നു, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. നമ്മളുടെ മനസ്സ് പഴയകാല യഹൂദ ആരാധനയിലേക്കൊന്ന് കടന്നു നോക്കിക്കേ. കിന്നരം കൊണ്ട് മനോഹരമായി ശ്രുതി തെറ്റാത്ത രാഗത്തോടും താളത്തോടും കൂടി സങ്കീർത്തനങ്ങൾ പാടി അവർ കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതെത്രയോ തലമുറകളിലൂടെ വന്നു. കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും, കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തിന് സ്തുതി പാടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ, എനിക്ക് 10 കമ്പിയുള്ള വീണ എവിടെ നിന്ന് എടുക്കാനാണ്? എനിക്ക് കിന്നരം ഉപയോഗിക്കുവാൻ തക്കോണം പറ്റുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനസ്സിൽ നിന്ന്, നിർമ്മല മനസ്സിൽ നിന്നുയരുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ ഏത് രീതിയിൽ എത്തുന്നു എന്നുള്ള രീതിയെപ്പറ്റി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നീ ഹൃദയം പൊട്ടിക്കരയുമ്പോൾ നിന്റെ മനസ്സിൽ നിന്നുയരുന്ന ആർത്തനാദം ആ സമയത്ത് നിന്നുപോലും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് കിന്നരം കൊണ്ട് സ്തുതിക്കുകയാണ്. 10 കമ്പിയുള്ള വീണ. എന്തിന് 10 കമ്പിയുള്ള വീണ? 10 വിരലുകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ വിരലുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കണം. ഇതൊക്കെ അരോചകമായി മാറ്റാൻ വേണ്ടിയല്ല. 10 കമ്പിയുള്ള വീണയെന്ന് പറയുമ്പോൾ 10 വിരൽ ദൈവം തന്നിട്ടുണ്ട്, അടിച്ചങ്ങ് തകർത്തേക്കാമെന്ന് ചിന്തിക്കുന്നതല്ല. ഈ യഥാർത്ഥത്തിൽ ഹൃദയംഗമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. നമ്മളുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ എല്ലാം ഒരു പ്രത്യേകത. അതിനൊരു വലിയ സൗമ്യ അനുഭവമുണ്ടായിരുന്നു, നിസ്സബ്ദതയുടെ അനുഭവമുണ്ടായിരുന്നു, ഏകാന്തതയുടെ അനുഭവമുണ്ടായിരുന്നു, ഹൃദ്യമായൊരു സംഭാഷണമുണ്ടായിരുന്നു. ശ്ലീഹന്മാരുടെ പ്രാർത്ഥനകൾ, അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകൾ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ അവരൊത്തിരി ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. താളാത്മകമായി ഭംഗിയായി പ്രാർത്ഥനയോടെ കൈകൾ അടിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊക്കെ അതിൻ്റേതായ രാഗവും താളവും ഒക്കെ ഉണ്ട്. അത് അവതാളമാകരുത്, മറ്റുള്ളവൻ്റെ ഭക്തിയെ കളയുന്നതാകരുത്, ഒരു കോമഡി ഷോ ആകരുത്. ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമുക്ക് തന്നെ ആലോചിച്ചോണം. ആ കൈകളെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് പതുക്കെ കൊട്ടിക്കൊണ്ട് ആ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും സാധിക്കാതെ, എൻ്റെ ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ആ കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഒരു നിലവിളി മാത്രമല്ല, ഒരു യാചന മാത്രമല്ല, അതിൽ സ്തുതിപ്പുമുണ്ട്, അതിൽ പ്രാർത്ഥനയുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിനി എന്നാ ഇതൊക്കെ പഠിക്കുന്നതെന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എൻ്റെ ദൈവത്തിന് ഇഷ്ടകരമായ രീതിയിലൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുക എന്ന് പറയുന്നത് ശരിയാ. ആർത്തനാദങ്ങളൊക്കെ വേണം. ഇന്ന് കൺവെൻഷനുകൾക്കും മറ്റുമൊക്കെ വലിയ താളങ്ങളും രാഗങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസിന് നല്ലതാണ്. അതിനൊന്നും ഞാൻ എതിർക്കത്തില്ല. അതൊക്കെ നമുക്ക് വേണം. പാട്ടുകളൊക്കെ വേണം, പ്രാർത്ഥനകളൊക്കെ വേണം, ആവശ്യത്തിന് ശബ്ദം വേണം, ആവശ്യത്തിന് താളം വേണം. പക്ഷെ ഇതിലൊക്കെ നിന്നുകൊണ്ട് ഹൃദയംഗമായി ഈ പറയുന്ന വരമൊഴിയായി കിട്ടിയേക്കുന്ന ആ വാക്കുകളിലൂടെ മാത്രമുള്ള വിശകലനം കൊടുക്കാതെ ഹൃദയത്തിലൂടെ കടന്നു വരണം. ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഭക്തന്മാരുണ്ട്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ, അവൾ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് നിലവിളിച്ചപ്പോൾ അവളെ തെറ്റിദ്ധരിച്ചൊരു ഏലി പുരോഹിതനുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധരിക്കുന്ന ലോകത്തിന് അപ്പുറമായ ദൈവത്തെ തിരിച്ചറിയാൻ തക്കോണം സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണകൾ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. എൻ്റെ 10 കമ്പിയുള്ള വീണ കൊണ്ട് സ്തുതി പാടുമ്പോൾ പ്രിയമുള്ളവരെ, 10 കമ്പിയാകുന്ന 10 വിരൽ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കൈകളുടെ അശുദ്ധികൾ കഴുതി കളയേണ്ടതായിട്ടുണ്ട്. ഈ കൈകൾ കൊണ്ട് ഒത്തിരി നന്മ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒത്തിരി പേരെ അനുഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി പേരെ പിടിച്ചു കയറ്റേണ്ടതായിട്ടുണ്ട്. കൈകൾ നീട്ടിക്കൊടുത്ത് കരുതേണ്ടതായിട്ടുണ്ട്. അനേകർക്ക് പ്രത്യാശയുടെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അശുദ്ധിയില്ലാതെ സ്പർശിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഒരു ദൈവസ്തുതിയാണ്. 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തിന് സ്തുതി പാടുവേ. കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച, 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കീർത്തനം പാടിയ യഹൂദ സമൂഹത്തിൽ നിന്ന്, ഭക്തിപൂർണ്ണമയിൽ നിന്ന്, നിത്യാനുഷ്ഠാനത്തിൽ നിന്ന് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തോടുകൂടി ആ 10 കമ്പിയുള്ള വീണകൾ അതാ ആണിയടിച്ച് തകർക്കപ്പെട്ട ഒരു അനുഭവം നമ്മൾക്ക് ദൈവം കാണിച്ചു തന്നു. കുത്തിമുറിക്കപ്പെട്ട ആ കരങ്ങൾ, വേദനയേറ്റ് പിടഞ്ഞ കരങ്ങൾ,
ചോര ഇഞ്ചിഞ്ചായി വീണ കരങ്ങൾ ദൈവസ്തുതിക്കൊരു പുതിയ മാനം നൽകുകയാണ്. ആ കരം ലോകത്തെ സൃഷ്ടിച്ച കരമാണ്. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ കരമാണ്. തളർവാദിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച കരമാണ്. 5 അപ്പം കൊണ്ട് 7 അപ്പം കൊണ്ട് ആയിരങ്ങളെ പോഷിപ്പിച്ച കരമാണ്. പ്രത്യാശ പറഞ്ഞു കൊടുത്ത കരമാണ്. ആ കരത്തിൻ്റെ തുടർച്ച എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിലുള്ളത്. ഇതിനെയൊക്കെ വെറും റിച്വലിസ്റ്റിക് ആക്കാതെ, അങ്ങനെ സ്തുതി പാടാൻ പറ്റുമെന്ന് പഠിപ്പിക്കാതെ, അതിനുപരിയായ ദൈവസ്നേഹത്തിലേക്ക് അനേകരെ നയിക്കണം. വിശുദ്ധാന്തർ മന്ദിരത്തിങ്കിലേക്ക് കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്ന കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കുന്നത് തിരിച്ചറിയണം. വീണ്ടും പറയുന്നു, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുവീൻ. യഹോവയുടെ വചനം നേരുള്ളതാകുന്നു, അവൻ്റെ സകല പ്രവൃത്തികളും വിശ്വസ്തതയുള്ളതാകുന്നു. കർത്താവിനൊരു പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുവീൻ. കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ. നമ്മൾ ഒത്തിരി ചിന്തിക്കണം. ഞാൻ പാടിയ പാട്ടുകളൊക്കെ പഴയതായിരുന്നു. ഞാൻ കേട്ട പാട്ടുകളൊക്കെ പഴയതായിരുന്നു. ആരൊക്കെയോ പാടിത്തന്ന പാട്ടുകൾ, ആരൊക്കെയോ എഴുതി വെച്ച പാട്ടുകൾ, അതൊക്കെ എൻ്റെ ആത്മീക ജീവിതത്തിന് നല്ലതായിരുന്നു. എന്നെ എൻ്റെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഉള്ള പാട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇനിയും എൻ്റെ ദൈവത്തിന് ചില പുതിയ പാട്ടുകൾ ആവശ്യമാണ്. എൻ്റെ ദൈവത്തിന് പുതിയ പാട്ട് പാടുവീൻ. പുതിയ പാട്ടിൻ്റെ രാഗം ഇനി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. താളം ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വരികൾ എഴുതേണ്ടിയിരിക്കുന്നു. പക്ഷെ പാടേണ്ടത് നമ്മളാണ്. രൂപപ്പെടുത്താൻ ദൈവകൃപ വേണം. വരികൾ എഴുതിയെടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ദൈവത്തിനുള്ളൊരു പുതിയ പാട്ട്. അതെ, അന്ധകാരം നിറഞ്ഞ ദുഃഖം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു പുതിയ പാട്ട് വേണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയുടെ ഒരു പാട്ട്. രോഗത്തിലായിരിക്കുന്നവർക്ക് സൗഖ്യത്തിൻ്റെ ഒരു സന്ദേശം. മാനസികവതയിലായിരിക്കുന്നവർക്ക് ശക്തീകരണത്തിൻ്റെ ഉപദേശാധിഷ്ഠിതമായൊരു പാട്ട്. എൻ്റെ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് ഒരുക്കത്തോടിരിക്കുന്ന ഒരു പാട്ട്. അവന് പുതിയൊരു പാട്ട് പാടണം. ദൈവത്തിനില്ലാത്ത പുതുമയുണ്ടോ? നമ്മളൊക്കെ വിചാരിക്കും, ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലാണ്, 2Ks ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പൂർണ്ണതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, ChatGPTയുടെ കാലഘട്ടമാണ്, സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത പ്രസരിപ്പിൻ്റെ കാലഘട്ടമാണ്. ഇതൊന്നും പുതുമയാകുന്നില്ല. ഇതല്ലാത്ത ഒരു പുതുമ വേണം, ഒരു പുതിയ പാട്ട് വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള വരികൾ ഇനി എഴുതേണ്ടിയിരിക്കുന്നു, അതിനുള്ള താളം ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു, രാഗം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു, അത് കേൾക്കുവാനുള്ള ഓഡിയൻസിനെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് അതിനെ സംവേദിപ്പിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ളൊരു പുതിയ പാട്ട്. വരികളും താളങ്ങളും രാഗങ്ങളും ദൈവമേ അറിഞ്ഞുകൂടാ, ഒന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ശമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരു തുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. പശ്ചാത്താപത്തിലും കണ്ണുനീരിലും അധിഷ്ഠിതമായൊരു പുതിയ പാട്ട് കേൾക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുകയും, ഘോഷസ്വരത്തോടെ വാദ്യം വായിക്കുവാൻ കഴിവുള്ളവരും ഘോഷസ്വരങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും വാദ്യം വായിക്കാൻ അറിയാത്തവരും ഘോഷസ്വരങ്ങളില്ലാത്തതുമായ ഏകാന്തതയിലായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഘോഷസ്വരത്തോടെ വാദ്യം വായിക്കും? എൻ്റെ പ്രിയപ്പെട്ടവനെ, നീ ഏകനായി നിൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഘോഷസ്വരത്തോടെ പ്രിയപ്പെട്ട മകളെ നിനക്ക് വാദ്യം വായിക്കാൻ പറ്റും. നീ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും അത് മുകളിലേക്ക് ഉയരുന്നത് വലിയ ഘോഷമായിട്ടായിരിക്കും. ഭക്തിയോടും പ്രാർത്ഥനയോടും നിറഞ്ഞ മനസ്സോടും കൂടി ഒരു വാക്കെൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ 10,000 പേർ ഘോഷിക്കുന്നതിനേക്കാൾ അത്യുന്നത ശക്തിയോടെ
അതൊക്കെ ദൈവസന്നിധിയിലേക്ക് എത്തും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എത്തും. ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം എത്തും. അതെ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവത്തിൻ്റെ മുൻപാകെ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവത്തിൻ്റെ മുൻപാകെ ഒറ്റപ്പെടലിലും വേദനയിലും ഏകാന്തതയിലും ഒരു വലിയ ഘോഷസ്വരത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാത്ത സ്തുതിഘോഷങ്ങൾ ഉയരും. നമ്മളുടെ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോകും. നമ്മളോട് ചേർന്ന് ആമീൻ പറയാൻ മറ്റാരൊക്കെയോ കടന്നു വരുന്നതായിട്ട് തോന്നും. പൂർവികന്മാരുടെ ഒരു വലിയ സാക്ഷ്യം നമ്മളെ പിന്തുടരുന്നതായിട്ട് നമുക്ക് തോന്നും. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് മുൻപായി പ്രാർത്ഥിച്ചവരുടെ സ്വരമുണ്ട്. നമ്മളെ അനുഗ്രഹിച്ചവരുടെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മളെ കരുതിയവരുടെ നന്മകളുണ്ട്. അതൊക്കെ ഘട്ടം ഘട്ടമായി ഓരോന്നോരോന്നായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഓരോന്നായി ചിന്തിക്കുവാനുള്ള ധ്യാന ഭൂമികയായി നമ്മളുടെ പ്രാർത്ഥനാ മുറിയെയും പ്രാർത്ഥനാ സമയത്തെ നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, അവന് പുതിയ പാട്ട് പാടുവിൻ. അതെ, അവന് പുതിയ പാട്ട് പാടാനുള്ള കാലം വീണ്ടും അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ വേദശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം. ആ സമയത്ത് ദൈവപുരുഷനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും ചേർന്ന് പാടിയ ഒരു സമൂഹത്തിൻ്റെ പാട്ട്, ആ പാട്ട് പാടുവാൻ റെഡിയാകണം. മൽപ്രിയനേ യേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ. മൽപ്രിയനേ യേശുനായകനേ, എപ്പോൾ വരും? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സമാഗതമായിരിക്കുന്നു. അവനോടൊപ്പം യുഗായുഗമായി വാസം ചെയ്യുവാനുള്ള കാലം സമാഗതമായിരിക്കുന്നു. അവനെ സ്തുതിക്കുവാനുള്ള കാലം സമാഗതമായിരിക്കുന്നു. മോശയുടെ പാട്ട്, കുഞ്ഞാടിൻ്റെ പാട്ട്, ദൈവത്തെ സ്തുതിച്ചവരുടെ പാട്ട്, അതൊക്കെ നമ്മൾ വീണ്ടും പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു. യഹോവയുടെ വചനം നേരുള്ളതാകുന്നു, അവൻ്റെ സകല പ്രവൃത്തികളും വിശ്വസ്തതയുള്ളതാകുന്നു. യഹോവയുടെ വചനം നേരുള്ളതാകുന്നു. നേരെന്ന് പറയുന്ന വാക്ക് 33-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഉപയോഗിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നേരുള്ളവൻ്റെ ഭാഷയാണ് സ്തുതിയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും പറയുകയാണ്, യഹോവയുടെ വചനം നേരുള്ളതാകുന്നു. യഹോവയുടെ വചനം നേരുള്ളതാകുന്നു. അതായത് യഹോവയുടെ വചനം നേരുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ കറയില്ലാത്തതാകുന്നു, തട്ടും തടവും ഇല്ലാത്തതാകുന്നു, സ്ട്രെയിറ്റ് ഫോർവേഡ് ആകുന്നു. യഹോവയുടെ വചനം അത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അത് കാലത്തിനനുസരിച്ച് മാറുന്നതല്ല. ദൈവത്തിൻ്റെ വചനം മാറിപ്പോകാത്തതാ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, യഹോവയുടെ വചനമോ എന്നേക്കും നിലനിൽക്കും. യഹോവയുടെ വചനം ശക്തിയുള്ളതാകുന്നു. നേരുള്ള യഹോവയുടെ വചനം പിന്തുടരുന്ന നമ്മൾ നേരുള്ളവരായേ പറ്റും. കളിപ്പീരും പൊട്ടത്തരങ്ങളും പൊട്ടച്ചൊല്ലും കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. യഹോവയുടെ വചനം എടുത്തുകൊണ്ട് നേരില്ലാത്ത വഴിത്താരുകളിൽ പോകാൻ പറ്റത്തില്ല. യഹോവയുടെ വചനം എടുത്തുകൊണ്ട് അനീതിയുടെ പിന്നാലെ പോകാൻ പറ്റത്തില്ല. യഹോവയുടെ വചനം എടുക്കണമെന്നുണ്ടെങ്കിൽ നേരും നിരപ്പും വേണം. നേര് നിരപ്പാൻ വഴിയോ നീണ്ട നടയോ കുറുതോ പാരം കരഞ്ഞോടുന്നതോ എന്ന് നമ്മൾ പാടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തോണം, യഹോവയുടെ വചനം നേരുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരുള്ളവരാകണം. നേരുള്ള ദൈവത്തെ തിരിച്ചറിയണം. നേരുള്ള വചനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെത്തഡോളജി, ആ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സിൻ്റെ മെത്തഡോളജി, ദ മെത്തഡോളജി ഓഫ് സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. നേരുള്ള ദൈവത്തിൻ്റെ വചനം സ്വീകൃതമാകണം. അവൻ്റെ സകല പ്രവൃത്തികളും വിശ്വസ്തതയുള്ളതാകുന്നു. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. ഭൂമിയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വാചകങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളൂ എന്ന് 32-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ വായിച്ചു. ഇവിടെ പറയുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. നീതി ഇഷ്ടപ്പെടുന്ന, നീതിമാനെ ഇഷ്ടപ്പെടുന്ന, ന്യായം ഇഷ്ടപ്പെടുന്ന, ന്യായം പര്യായപദമായുള്ള ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതായത് നമ്മളൊക്കെ എപ്പോഴും പറയും നീതിയും ന്യായവുമാണ് ദൈവത്തിൻ്റെ അടിത്തറ, പക്ഷേ അവൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു.
പ്രിയമുള്ളവരെ, ഒരു കാര്യം ആലോചിച്ചോണം. ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഒക്കെ നോക്കിയാൽ എനിക്ക് നിങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം സിമ്പിളായിട്ട് ചിന്തിച്ചോണം. കുഞ്ഞിനെ പഠിക്കാൻ വിട്ടു, ട്യൂഷൻ കൊടുത്തു, നല്ല സ്കൂളിൽ വിട്ടു, നല്ല അധ്യാപകരുണ്ടായിരുന്നു, ഭക്ഷണമുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. വാഹനം വരെ ക്രമീകരിച്ചു കൊടുത്തു, ആധുനിക മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുഞ്ഞിന് കൊടുത്തു. ഇത്രയും കൊടുത്തിട്ടും പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും തോറ്റ ഒരു കുഞ്ഞ്. അവൻ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് മാതാപിതാക്കളെ സമീപിക്കുകയാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ട പിതാവ് നോക്കി, മാതാവ് നോക്കി, എടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ കുഞ്ഞ് എല്ലാത്തിനും തോറ്റുപോയി. പക്ഷേ സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുകയാണ്, ഒപ്പിടാതെ ഇങ്ങോട്ട് കയറിയേക്കരുത്, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒപ്പ് കൊണ്ടേ ഇങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹൃദയം വേദനിച്ച ആ പിതാവ് ഏറ്റവും ദുഃഖത്തോടെ എൻ്റെ കുഞ്ഞ് ക്ലാസ്സിൽ കയറണം, എല്ലാ വിഷയത്തിനും തോറ്റ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അടിയിൽ ഒപ്പിട്ട ഹൃദയം പൊട്ടി വേദനിക്കുന്ന പിതാവ് അതിലൊപ്പിട്ട് കൊടുക്കുന്നത് പോലെ, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നീതിയും ന്യായവും ഒക്കെ ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ദൈവവും നന്മയും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിനറിയാം എൻ്റെ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഒപ്പ് വേണം. ആ ഒപ്പില്ലെങ്കിൽ നമ്മൾ ഒപ്പിടുമെന്നറിയാം. പ്രിയമുള്ളവരെ, ഓർത്തോണം, കർത്താവിൻ്റെ തിരുരക്തമാകുന്ന ആ ഒരു മുദ്ര പതിപ്പിക്കൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മൂർധാവിലുണ്ട്. അതുകൊണ്ട് ആ ഭൂമി ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ കരുണയാണ് വലുത്. നമുക്ക് ആഗ്രഹിക്കുവാനുള്ളത് അതാ. അതുകൊണ്ട് ആ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളോർക്കും വിശ്വാസമാണ് വലുതല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദയയാണ്. നമുക്കൊത്തിരി അറിവുള്ളതോ ഒത്തിരി ഭക്തി പ്രകടിപ്പിക്കുന്നതോ അല്ല. നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ദയ തിരിച്ചറിയുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ ദയയിൽ അടിയുറച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ആ ദയ മറ്റുള്ളവരോട് കാണിക്കുവാൻ സാധിക്കണം. കരുണയുള്ളവരും ക്ഷമിക്കുന്നവരുമായി തീരുവാൻ സാധിക്കണം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.